ഇത് ഞാൻ കടലിൽ പോയിട്ട് പറിച്ചെടുത്ത കല്ലുമ്മക്കായ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂടെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി പറിച്ചെടുത്ത കല്ലുമ്മക്കായാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് കടുക്ക നിറയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് ചെറിയ കടുക്കൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അതിൻ്റെ ഈ ഒരു മൂട് ഭാഗം ഒന്ന് തുറന്നു വരുന്ന സമയത്ത്, അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഈ കല്ലുമ്മക്കായ എടുത്തിട്ട് നമ്മളൊരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊരു ചേരി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും, അത് നമ്മൾ വെട്ടിക്കളയുക. അങ്ങനെ എല്ലാത്തിൻ്റെയും ആക്കി കഴിഞ്ഞാൽ നമ്മൾ നിറയ്ക്കാനുള്ള കല്ലുമ്മക്കായ ഉണ്ടാവും. അത് ഇതുപോലെ പൂട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ടൊന്നിങ്ങനെ തുറന്നു കൊടുക്കുക. ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇത് പതപ്പിക്കൊന്നും ചെയ്തിട്ടില്ല, നല്ല കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ നടുക്കുണ്ടാവും കുറച്ച് ചേരിയും കച്ചറകളൊക്കെ, അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേത് പതപ്പിച്ചത് പൊടിയിൽ കുഴക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ വെട്ടി ക്ലീനാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ചെറുതായിപ്പോയത്, ഇത് ഞങ്ങൾ തന്നെ പറിച്ചത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത് അതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി ഒരു അരിപ്പക്കൊട്ടയിലിട്ടാണ്. ഇനിയിപ്പോൾ ഇത് കുറേ ചെറുതായതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇനിയിപ്പോൾ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അപ്പോൾ വെള്ളം ഇറ്റിക്കോളും. ഇതിൽ ഞാൻ സൈഡിൽ വെച്ച് കൊടുത്ത പോലെ അങ്ങനെയാണെങ്കിൽ നല്ലോണം വെള്ളം ഇറ്റ്. ഇതിപ്പോൾ കുറേ ചെറിയതായതുകൊണ്ട് വെക്കാൻ പറ്റാത്തത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് സാദാ പത്തിരിപ്പൊടി ഉണ്ടാവില്ലേ, ഞങ്ങളിവിടെ സാദാ പത്തിരിയൊക്കെ ചൂടുന്ന ആ പത്തിരിപ്പൊടി തന്നെയാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ അരി കുതിർത്തിയിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതങ്ങനെ ഒന്നുമല്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സാദാ പത്തിരി ഇടുന്ന ആ പത്തിരിപ്പൊടി എടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് തേങ്ങ, ജീരകമൊക്കെ കൂടി നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിയിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. തേങ്ങ അരയ്ക്കുമ്പോഴുള്ള ആ വെള്ളവും പിന്നെ നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പൊടിയായിട്ട് എടുത്തിട്ട് ഓരോരോ കല്ലുമ്മക്കായയിലായിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതാണ് കുറേ പേര് വരുമോ, അങ്ങനെയല്ല, ഇത് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ പറിച്ച് വന്നതാണിത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിറച്ച് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പണിയും ഉണ്ടാവും. അങ്ങനെ ഭയങ്കര വലുതാണല്ലോ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ ഉണ്ടാവുക. ശരിക്കും ഇത് ഇവിടുന്ന് പറിച്ചതുകൊണ്ട് ഭയങ്കര ചെറുതായിപ്പോയി. അവിടെ ഇനിയും വലുതൊക്കെ ഉണ്ട്, പക്ഷെ പറിക്കുമ്പോൾ ഭയങ്കര കൈവേദന ഒക്കെ എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതാക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 20-25 മിനിറ്റ് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വേവണം, കാരണം കടുക്കൊന്നും തീരെ വേവിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണിഞ്ഞിട്ട് ഇതുമ്മന്ന് കഴിക്കണം, തോല് ഊരിക്കളയണം. അതിനുശേഷം നമ്മൾ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മൈദപ്പൊടി കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് ഈ കല്ലുമ്മക്കായ കൂടെ ഇങ്ങനെ കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ചെടുത്തതാണിത്. ഇനി ഇത് പൊരിക്കണം. അപ്പോൾ ഇനി ഇത് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെയും പൊരിക്കുക, അല്ലാതെ നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ ഒരു ചീനച്ചട്ടിയിൽ കുറേ എണ്ണ ഒഴിച്ചിട്ട് അതുപോലെയും കോരിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊരിക്കാം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് തണിഞ്ഞിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക.
ഇതാ പൊരിച്ചെടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ